ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറച്ച് കറിവേപ്പ് തൈകൾ നട്ടുപിടിപ്പിച്ചായിരുന്നേ. അതായത് തൈകൾ എന്ന് പറഞ്ഞാൽ കുരു നട്ടുപിടിപ്പിച്ച തൈകളാണ്. അപ്പോൾ ഈ കറിവേപ്പുകളെ നമ്മൾ പതിയെ ഇങ്ങനെയുള്ളൊരു ചട്ടികളിലേക്ക് പതിയെ ഒന്ന് മാറ്റാനുള്ളൊരു ശ്രമമാണ്. നമ്മുടെ കുറേ കറിവേപ്പുകളുണ്ട് കേട്ടോ, ഇതുപോലത്തെ തൈകൾ. അപ്പം ഈ തൈ നട്ടുപിടിപ്പിച്ച് വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. മറ്റ് കറിവേപ്പുകൾ വളരുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇത് നന്നായിട്ട് വളരും. അപ്പം ഈ ഒരു സീസണിൽ നമുക്കിത് കുറച്ചുകൂടി ഒന്ന് വളർത്തിയെടുക്കാനുള്ളൊരു ശ്രമത്തിലാണ് നമ്മൾ വീണ്ടും ഈ തൈകൾ ഇച്ചിരി വലിയൊരു ചട്ടിയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ചെടിച്ചട്ടികളൊക്കെ വാങ്ങിക്കുമ്പോഴുണ്ടല്ലോ, വലിയ കോസ്റ്റുള്ള ചെടിച്ചട്ടികളൊന്നും വാങ്ങിക്കരുത്. ഇത് ശരിക്കും മാർക്കറ്റിൽ നിന്ന് 10 രൂപയ്ക്ക് കിട്ടിയ ചെടിച്ചട്ടിയാണ് കേട്ടോ. ഇതിനടി തുളയിട്ടപ്പോൾ ഇത് വലിയൊരു തുളയായിപ്പോയി. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കത്രിക വെച്ച് ചെറുതായിട്ടൊന്ന് കുത്തു കൊടുത്തേ ഉള്ളൂ, അപ്പോൾ തന്നെ അത് പൊട്ടിപ്പോയി. അപ്പോൾ ഇതിന് വലിയ ബലമൊന്നുമില്ല. പക്ഷേ നമുക്കിതൊരു സീസണൊക്കെ യൂസ് ചെയ്യാം, ഒരു വർഷമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു വർഷം യൂസ് ചെയ്തിട്ട് പിന്നെ അപ്പോഴേക്കും കറിവേപ്പ് കുറച്ചുകൂടെ വളരുമല്ലോ. അപ്പോൾ അങ്ങനെ വളരുമ്പോൾ നമുക്ക് വീണ്ടും വലിയ ചട്ടികളിലേക്ക് മാറ്റി വെക്കണം. എപ്പോഴും നമ്മൾ കറിവേപ്പ് വലിയ ചട്ടിയിൽ നിന്ന് ചെറിയ ചട്ടിയിലേക്ക് നടാൻ പാടില്ല, ചെറിയ ചട്ടിയിൽ നിന്നും വലിയ ചട്ടിയിലേക്കാണ് നടേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്ത മനസ്സിൽ വെച്ച് വേണം നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ഞാൻ കറിവേപ്പ് കുരു നട്ടുപിടിപ്പിച്ചത് ഇതുപോലുള്ള ചെറിയ ചെറിയ കവറുകളിലാണ്. ഇതൊക്കെ നമ്മൾ മുറുക്കൊക്കെ വാങ്ങിക്കുന്ന ചെറിയ ചെറിയ കവറുകളാണ് കേട്ടോ. അല്ലാതെ ഇങ്ങനെ ഗാർഡനിങ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒത്തിരി പൈസയൊന്നും ഒരു കാര്യത്തിനും നമ്മൾ മുടക്കരുത്. ഇങ്ങനെയുള്ള നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ചെറിയ ചെറിയ സാധനങ്ങളിലൂടെയൊക്കെ നമ്മൾ കൃഷികൾ തുടങ്ങണം. കൃഷി ഒരിക്കലും ചെയ്യുമ്പം നമ്മളതിനകത്ത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അപ്പം ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലൂടെയൊക്കെ ചെയ്യുക. അതിനുശേഷം പിന്നെ ഇതുപോലുള്ള ചട്ടികളൊക്കെ വാങ്ങിക്കുക. പിന്നെ ഇത് ഒരു വർഷമൊക്കെ വളരും ഇതിനകത്ത് തന്നെ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വളരുമ്പം ഇതിൻ്റെ വേരുകളൊക്കെ തിങ്ങി കൂടുതൽ വളർച്ച ആവശ്യമാണെന്ന് തോന്നുന്നൊരു സമയത്ത് നമുക്ക് വീണ്ടും പുതിയൊരു ചട്ടിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചട്ടികൾ നിറയ്ക്കാൻ പോവുകയാണ്. എന്ന് നമ്മൾ കാണിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് കരിയില കമ്പോസ്റ്റുണ്ട്. അത് കൂടാതെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് തപ്പിപ്പിടിച്ച് കുറച്ച് കുമ്മായം വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ കുമ്മായമൊന്നും കിട്ടത്തില്ല. ഇവിടെ കുമ്മായം വിൽക്കുന്നത് കുറ്റകരമാണെന്നാണ് അറിഞ്ഞത്. അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് എനിക്കറിയത്തില്ല, സംഭവം എന്താണെന്നും അറിയത്തില്ല. പക്ഷേ ഒരു കടയിൽ കിട്ടി, തപ്പിപ്പോയി 10 കിലോയുടെ ഒരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിട്ട് ഇപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കുമ്മായം ഇങ്ങനെ ഈ മണ്ണിൻ്റെ പുളിപ്പുരസമൊക്കെ മാറാനായിട്ടാണ് ഇത് നല്ലത്. ശരിക്കും നമ്മൾ എന്ത് ചെടികൾ നടുമ്പോഴും ഇതുപോലെ കുറച്ച് കുമ്മായവും എല്ലുപൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ചട്ടി നിറച്ച് ഒരാഴ്ചയൊക്കെ വെച്ചിട്ട് വേണം അതിനകത്ത് നടാനെന്നാണ് പറയുന്നത്. അപ്പോഴാണ് ശരിക്കുള്ള വളർച്ചയും കാര്യങ്ങളൊക്കെ കിട്ടുക. എങ്കിലും നമുക്ക് അതിനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഞാനിങ്ങ് കുറച്ച് കുമ്മായം ഇതിനകത്ത് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് അതിനകത്തോട്ട് തന്നെ നമ്മളിപ്പം കറിവേപ്പ് നടാൻ പോവുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാവുമെന്ന്, അല്ലേ? ശ്രമങ്ങളാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിജയത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ചിലപ്പം നമ്മൾ ശ്രമിക്കുന്നതൊക്കെ പരാജയപ്പെട്ടു പോവും. കറലോ ചില ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു പോകും. എങ്കിലും ഒരിക്കൽ വിജയത്തിലെത്തിക്കുക തന്നെ ചെയ്യും, അല്ലേ? വിജയത്തിലെത്തുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കാം. ചിലതൊക്കെ പരാജയപ്പെടും, ചിലതൊക്കെ വിജയിക്കും. അങ്ങനെയൊക്കെയാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ അങ്ങ് നിറയ്ക്കുക. അതുപോലെ കുറേ ചട്ടികളുണ്ട് കേട്ടോ. ചട്ടികൾക്കുള്ളിലെല്ലാം നിറച്ച് പിടിപ്പിക്കണം. ഇനി നമ്മുടെ കറിവേപ്പിനെ നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കണം. വേര് കളയാതെ നമുക്ക് ഇത് പൊട്ടിച്ചെടുത്ത് ഇതിനകത്തോട്ട് മാറ്റി വെക്കണം. ഇത്രയുള്ള പരിപാടി. എന്നിട്ട് ഇനി നമുക്ക് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഭംഗിയായിട്ട് ഇതിനെ വളർത്തിക്കൊണ്ട് വരണം. അപ്പോൾ ഇതുപോലെ എല്ലാ ചട്ടികളും നിറയ്ക്കണം. അപ്പം നിങ്ങളും ഇതുപോലെ ചെടി നടുമ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കറിവേപ്പുകളൊക്കെ നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു വർഷത്തേക്ക് കറിവേപ്പിൻ്റെ ഇല പറിക്കാൻ പോയിട്ട് അങ്ങോട്ടൊന്ന് നോക്കാൻ പോലും പോകരുത്. കാരണം
ഒരു വർഷത്തിലേക്ക് നമ്മൾ കറിവേപ്പിൻ്റെ ഇല പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വളർച്ച മുരടിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നട്ട് അതിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുക. ഒരു വർഷത്തേക്ക് ഇതിനെ നന്നായിട്ട് വളരാൻ വിടുക. വളർത്താൻ പറ്റുന്നത്ര മാക്സിമം മുകളിലേക്ക് വളർത്തുക. അതിനുശേഷം നമുക്ക് വേണ്ടത് എവിടെയാണോ അവിടെ വെച്ച് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് ശിഖരങ്ങളാക്കി ബ്രാഞ്ചസാക്കി പുതിയ ബ്രാഞ്ചസ് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ചെടി വളർത്തി നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഹൈറ്റിലൊക്കെ രീതിയിൽ നിർത്തുക. ഒത്തിരി മുകളിലേക്ക് വളർന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇല പറിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പായി താങ്ക് യു.